ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ സന്തോഷവും ഒരു ഫുൾഫിൽമെൻറ്റും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം വരുന്നു എന്നുള്ളതാണ്. നെഗറ്റീവായിട്ടിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സമയം ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറി വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഈ ഒരു സമയം ഒരു പൂർണ്ണത നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. ഇതിൽ നിങ്ങളുടെ ഈ ഒരു സമയം നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷനൊക്കെ ആണ് കാണാൻ കഴിയുന്നത്, ഒരു തിരിച്ചറിവാണ്. അപ്പോൾ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഒറ്റയ്ക്കൊന്ന് യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് വേറെ ലെവലായിരിക്കും. അതായത് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടെ ഒരു ട്രാവൽ കാണുന്നുണ്ട്, പിന്നെ ഒരു പരിവർത്തനമുണ്ട്. നിങ്ങളുടെ മുന്നിൽ സന്തോഷിക്കുവാനുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും കാലം ഞാൻ എന്തുകൊണ്ടാണ് അത് കാണാഞ്ഞത് എന്നുള്ളൊരു ചിന്തയൊക്കെ ഈ സമയം വരും. അതായത് എനിക്ക് സന്തോഷിക്കുവാനുള്ള കാര്യങ്ങൾ ഇത്രയും എൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നുവല്ലോ, എന്തുകൊണ്ടാണ് എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞത്, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ആ ഒരു ഫെമിനിയൻ എനർജി ഉണരുന്ന ഒരു സമയമാണ്, ക്രിയേറ്റീവ് എനർജി ഉണരുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുകയും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ പാട്ട് പാടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഡാൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുന്നുവെന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഒരു പൂർണ്ണതയൊക്കെ എത്തിയ പോലത്തെ ഒരു എനർജിയാണ്. മാത്രമല്ല ഈ സമയം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. അതുമാത്രമല്ല ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ ഒരു സമയമാണ്. അതായത് പൂർണ്ണതയിലൊക്കെ എത്തിയെന്ന് പറയുന്നത് ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ എഫേർട്ടിനും ഒക്കെ ഒരു ഫലം തരുന്നു എന്നാണ്. ചിലപ്പോൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും അല്ലെങ്കിൽ അത് എനിക്ക് അത്രയ്ക്ക് ഫലം കിട്ടുന്നില്ല എന്നൊക്കെ വിഷമിച്ചിരുന്ന ആളുകൾ, അല്ലെങ്കിൽ എവിടേക്കെയോ നമ്മളുടെ പ്രാർത്ഥനകൾ ബ്ലോക്കായി പോകുന്നു എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് അതൊക്കെ മാറിയിട്ട് ഈ സമയം നമുക്ക് ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സംതൃപ്തി തോന്നും. അപ്പോൾ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എത്ര സമയമില്ലെങ്കിൽ പോലും അതിന് എഫേർട്ട് ഇടണം എന്നുള്ളതാണ്. കുറച്ച് സമയമെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളിലുള്ള കുറേ നെഗറ്റീവ്സ് എല്ലാം ഈ ഒരു നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പ്രാണായാമത്തിലൂടെയും ഒക്കെ പുറത്തു പോകും. അപ്പോൾ ഇതിലൊരു പൂർണ്ണത വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫാമിലിയുമായി ചേർന്ന് സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലുമായിട്ട്
പിണക്കത്തിലൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അങ്ങനെ ആരെങ്കിലുമായിട്ടൊക്കെ നിങ്ങൾ പിണക്കത്തിലായിരുന്നുവെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു പിണക്കമൊക്കെ മാറി നിങ്ങൾ വളരെ സ്നേഹത്തിലായ ഒരു എനർജിയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം കൂടുതൽ സമയം ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട സമയമാണ് ഇത്. ഈ സമയം നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല നല്ല കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നും കാണുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില സന്തോഷങ്ങൾ അവർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഒരു ഹാപ്പി ഫാമിലിയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഒത്തിരി ബ്ലെസ്സിങ്സ് കിട്ടുന്ന ഒരു എനർജി കൂടി കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഫാമിലിക്ക് അത്രയധികം ശ്രദ്ധ കൊടുക്കാതിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്കൊരു തിരിച്ചറിവ് പോലെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊരു തോന്നലൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുടുംബത്തോടൊപ്പം നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല അവരുമൊത്ത് ചില സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. അത്തരത്തിൽ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എവിടെ പോയാലും നമ്മുടെ കുടുംബത്തോടൊപ്പം ഇരിക്കുന്ന ആ ഒരു സന്തോഷം വേറൊരിടത്ത് നിന്നും കിട്ടാറില്ല. കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ഒന്ന് കൂടുതൽ അറ്റാച്ച്ഡ് ആകുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ചാരിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ആ ഒരു വ്യക്തത ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴി എന്താണ്, മുന്നോട്ട് നിങ്ങൾ ഏത് ദിശയിലേക്കാണ് പോകേണ്ടത് എന്ന് കൃത്യമായിട്ട് ഈ ഒരു സമയം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോകാൻ എന്തൊക്കെ ചെയ്യണം, എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, ആരെയൊക്കെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ സമയം അറ്റാച്ച് ചെയ്യണം, ഇതൊക്കെ ഈ ഒരു സമയം നിങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വഴി കാണാതിരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മികച്ച ഒരു വഴി തെളിഞ്ഞു വരുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അതും വളരെ സ്പീഡിലാണ്. ശരിക്കും ഒരു ഇൻഡ്യൂഷൻ പോലെ നിങ്ങൾക്കത് കിട്ടുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ പോകേണ്ട വഴി എങ്ങനെ, എന്തൊക്കെ നിങ്ങൾ ചെയ്യണം, അതൊക്കെ ഒരു ഇൻഡ്യൂഷൻ പോലെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ നല്ലൊരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള മൂമെൻറ്റ്സ് അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരുന്നു എങ്കിൽ അതിവിടെ എൻഡ് ആകുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ തുടക്കം ഇവിടെ എത്തുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ഉള്ളവർക്ക് ആ ഒരു സിറ്റുവേഷൻ മാറുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ പാസ്റ്റിൽ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത്തരത്തിലൊരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതൊരു വിജയത്തിൻ്റെ എനർജിയാണ്. ഇതിൽ കുറേ ആൾക്കാർ ഇപ്പോൾ നിങ്ങളോട് മത്സരിക്കാനുണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ വ്യക്തികളൊക്കെയും നമ്മളൊരു പക്ഷേ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് അവരെ വിട്ടുകളയാൻ ഒരു പക്ഷേ സാധിക്കുന്നുണ്ടാവില്ല. അവരുടെ മുന്നിലാണ് നിങ്ങൾ വിജയിച്ച് നിൽക്കുന്നത് എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു ആയുധം കിട്ടിയ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ എവിടെയാണ് തോറ്റുപോയത്, അല്ലെങ്കിൽ നിങ്ങളെ ആരാണോ തള്ളിപ്പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളെ ആരാണോ വേണ്ടാന്ന് വെച്ചത്, അവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കുവാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് പിടിച്ചു കയറാൻ പറ്റുന്ന തരത്തിലുള്ള എന്തോ ഒരു കാര്യം വരുന്നുണ്ട്. അത് ചിലപ്പോൾ പൈസ നഷ്ടപ്പെട്ടതോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നഷ്ടം വന്നതോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടതോ, അങ്ങനെ എന്താണെങ്കിൽ പോലും നിങ്ങൾ ജയിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ സക്സസ് ആണ്. ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടിയ ഒരു സക്സസ് ഈ സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്.
നിങ്ങൾക്കതിൽ വളരെ അഭിമാനമുണ്ട്. കാരണം ഒരുപാട് പ്രതിസന്ധികളൊക്കെ കടന്ന്, ഒരുപാട് വിഷമങ്ങളൊക്കെ മറികടന്ന് നമ്മളൊരു സക്സസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമെന്ന് പറയുന്നത് അത് വേറൊന്നാണ്. അപ്പം മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുമ്പോൾ, മറ്റുള്ളവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ്. മാത്രമല്ല, ഇവിടെ നമുക്ക് നമ്മളെക്കുറിച്ച് ആലോചിച്ച് ഒരു അഭിമാനമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന തരത്തിൽ ഒരു വലിയ വിജയം നിങ്ങളെ തേടിയെത്തുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഒരു പബ്ലിക് റെക്കഗ്നീഷനൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനത്തെ ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യവും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരാൽ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ജഡ്ജ്മെന്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് കാത്തിരുന്ന ആ ഒരു കാര്യത്തിന് ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധി വരുന്നു എന്നാണ്. നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന ഒരു വിധിയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വിജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ അനുഭവിച്ച പല കാര്യങ്ങൾക്കും, നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾക്ക് അതിനൊക്കെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാകുന്നു എന്നാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മഫലം ഈ ഒരു സമയം നിങ്ങൾക്ക് കൃത്യമായിട്ടും അനുഭവിക്കാൻ പറ്റുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും മറ്റുള്ളവരോട് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയം സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി എന്തോ ഒരു കാര്യം ഇവിടെ അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. ഇത് പൈസയുമായിട്ട് ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ അബണ്ടൻ്റ് ആയിട്ടിരിക്കാനൊരു സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒരു സഹായം കിട്ടുന്ന ഒരു എനർജിയും ഉണ്ട്. അതായത് അത്തരത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു സഹായവുമായിട്ട് ചില ആളുകൾ നിങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെ ഒരുപാട് കാലം കൊണ്ട് ബുദ്ധിമുട്ടിലാക്കിയ ആ ഒരു കാര്യത്തിന് അതിനൊരു തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടൊരു വിധി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിനുള്ള ഫലം അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ്. പിന്നെ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിലൊരു ബാലൻസ് ഇല്ലാതിരിക്കുന്നു എന്നുള്ളതാണ് കുറേയധികം ആളുകൾ. ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനാണ്. പിന്നെ ഈസി ആയിട്ട് പല കാര്യങ്ങളും ഇന്ന് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ വലിയ കാര്യങ്ങളാണെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോൾ വന്നെങ്കിൽ പോലും അത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാതെ അത് വിട്ടേക്കുക എന്നൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് ഇവിടെ നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചില ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഏത് കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ഈ ഒരു സമയം തീരുമാനിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ആളുകളുടെ ഒരു എനർജിയാണ്. പക്ഷേ ഓവറായിട്ട് ഒരു കാര്യവും ചിന്തിക്കാതെ വളരെ സന്തോഷത്തോടു കൂടി ഈ സമയം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ വരുന്നത് വരട്ടെ, എന്ത് വന്നാലും അത് ഞാൻ സ്വീകരിക്കും, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു സമയം നിങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. പിന്നെ ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്ന കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ കേൾക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് പുറത്തു നിന്നും മറ്റൊരു ഗൈഡൻസിൻ്റെയും ആവശ്യമുണ്ടാവില്ല. നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുമെന്നുള്ളതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തോട് നിങ്ങൾ ചോദിക്കുക, ഈ ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടതുണ്ടോ, ഇത് എൻ്റെ ഡെസ്റ്റിനിയിലുള്ളൊരു കാര്യമാണോ എന്നൊക്കെ നിങ്ങളൊന്ന് ചോദിക്കുക. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യത്തിനും ഒരു ഉത്തരം നിങ്ങൾക്ക് തന്നെ ഇവിടെ മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ എന്ത് കാര്യത്തിനാണോ ഗൈഡൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഗൈഡൻസ് നമ്മുടെ ഇൻഡ്യൂഷനിലൂടെ തന്നെ കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾ സോള് ഈ ഒരു സമയം എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ സോള് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊരു സൈക്കിക് എബിലിറ്റിയുടെ ഒരു കാർഡാണ്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾ
ഈ ഒരു സമയം വിശ്വസിക്കുക എന്നാണ് നിങ്ങളോട് പറയുന്നത്. മറ്റുള്ളവർ പറയുന്നതിലുപരി നമുക്ക് തോന്നുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത ഒരു വിഷമമൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു സമയം വരാൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ഇതിലുണ്ട്. അതുപോലെ നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ നിങ്ങൾ വിട്ടുകളയുക. മാത്രമല്ല ഈ ഒരു സമയം യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന സൈൻ, അടയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഡിവൈനുമായിട്ട് ശരിക്കും കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരുന്നു എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ശരിക്കും എന്താണ്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ മനസ്സിലാക്കിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയമെങ്കിലും ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കിയെടുക്കുക. ഒറ്റയ്ക്കിരിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. നിങ്ങളുടെ സോളുമായിട്ട് ഒന്ന് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അതുപോലെ തന്നെ ഇവിടെ 2 of Wands ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഒരു യാത്രയൊക്കെ വേണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് വളരെയധികം ചിന്തിച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ ഒരു യാത്ര ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് ഈ സമയം ഉണ്ടായിരിക്കാം. പക്ഷെ അത് വേണോ എന്ന് വളരെയധികം വിഷമിച്ചിരിക്കുന്ന, അങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല കുറേ ആളുകളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, എങ്ങനെയാണ് വേണ്ടിയത് എന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ പേജ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. പുതിയ തുടക്കമാണ്, പുതിയ പ്രതീക്ഷകളാണ്. ഇതിൽ ഇവിടെ നിങ്ങളൊരു ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. അതായത് നമ്മളൊരു സ്റ്റെപ്പ് എടുത്താലേ ബാക്കി ദൈവം ചെയ്യുകയുള്ളൂ. ഇതിൽ നിങ്ങളൊരു ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് വഴി കാണിക്കാൻ നിങ്ങൾക്കൊപ്പം ആളുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരാൾ ഉണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും പറ്റുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ പോകുന്ന വഴി ശരിയാണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ നിങ്ങൾ വളരെയധികം ചിന്തിച്ച് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ അത് കൃത്യമാണ് എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു വഴികാട്ടിയായി മുന്നിലൊരാൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇതിൽ നിങ്ങളൊരു യാത്രയുടെ ആരംഭത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ യാത്രയിൽ നിങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവാം. ഈ സമയം മുതൽ നിങ്ങൾ ഒരു യാത്രയുടെ തുടക്കത്തിലാണ്. അങ്ങനെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാണ്. ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കൃത്യമായിട്ട് ദൈവം വഴികൾ കാണിച്ചു തരുന്നുണ്ട്. ഏത് വഴിയിലൂടെ പോയാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കുറേ വഴികൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അതുപോലെ നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ മാറ്റേണ്ട ഒരു സമയമാണെന്നുള്ളതാണ്. അതിപ്പോൾ ജോലിയിലായാലും അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിലായാലും നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റാനുള്ള അനുഗ്രഹങ്ങൾ, അത് വ്യക്തികളായിട്ടാകട്ടെ അല്ലെങ്കിൽ ഇൻറ്റ്യൂഷനായിട്ടാകാം, അത് നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. എന്ത് തടസ്സങ്ങളും മറികടക്കാനുള്ള ഒരു ആത്മധൈര്യം നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. അതുപോലെ പുതിയൊരു ജോലിയോ അല്ലെങ്കിൽ പുതിയൊരു കാര്യം നിങ്ങൾ പഠിക്കാനോ ഒക്കെ ഈ സമയം പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 8 of Wands ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അതെന്തായാലും അതിൻ്റെ റിസൾട്ട് അത് വളരെ സ്പീഡിൽ നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അത് മുന്നോട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വളരെ വലിയ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു സമയം. പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിലൊരു ട്രാവലൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരാം. നിങ്ങൾക്ക് മുന്നിൽ തടസ്സം നിന്നിരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി വഴിമാറി അവിടെ നിങ്ങൾ വളരെ സ്പീഡിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്നുള്ളതാണ്.
അപ്പോൾ ഒരുപാട് സാധ്യതകൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. ഒരു സക്സസ് ആണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അതായത് വളരെ വേഗത്തിൽ ഒരു വിജയം നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യതയും ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. ഇതിൽ നിങ്ങൾ ചെയ്ത കാര്യത്തിന് ഫ്രൂട്ട് ഉണ്ടായി എന്നാണ്. അതായത് നിങ്ങൾ പാസ്റ്റിൽ കഷ്ടപ്പെട്ട കാര്യത്തിന് ഒരു ഫലം കിട്ടുന്ന ഒരു എനർജിയാണ്. അത് എന്തു തന്നെ ആയാലും നിങ്ങളുടെ ക്ഷമയ്ക്കൊരു റിവാർഡൊക്കെ കിട്ടുന്ന സമയമാണ്. അതൊരു ഫ്രൂട്ടായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. അത് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അതായത് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ബാഡ് കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കുറേ കാലം ചിലപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടിലായിരുന്നുവെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം സംഭവിക്കും എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത നല്ല കാര്യങ്ങൾ, അതിപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടൊരു സ്ഥാപനമൊക്കെ തുടങ്ങുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ ചെയ്ത മറ്റെന്തെങ്കിലും കാര്യങ്ങളാവാം. അപ്പോൾ അതിനുള്ള ഒരു ഫലം ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പോൾ ഇതൊരു കർമ്മഫലം, അത് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല നിങ്ങൾക്കുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു എനർജിയുമുണ്ട്. അതായത് ഇപ്പോൾ അത് സാമ്പത്തികമാകാം, അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റുള്ളവർക്ക് കൂടി സഹായം ചെയ്ത് കൊടുക്കത്തക്ക രീതിയിലേക്ക് നിങ്ങളിലേക്ക് പൈസ എത്തിച്ചേരുന്ന ഒരു എനർജിയുമുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില സഹായങ്ങളും ചില ആളുകളുടെ സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊരു മറ്റൊരാളിൽ നിന്ന് ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാവാം. ഹൈറഫൻറ്റിൻ്റെ ഒരു എനർജി ഉണ്ട്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സഹായമാവാം. അപ്പോൾ അത്തരത്തിൽ ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഇതിൽ കൂടുതൽ ആൾക്കാർക്കും ഒരു ഗൈഡൻസ് ലഭിക്കുന്ന ഒരു എനർജി ഉണ്ട്. അതായത് മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ നല്ല നല്ല അഡ്വൈസ് നിങ്ങൾ സ്വീകരിക്കുന്ന ഒരു എനർജിയാണ്. ഇവിടെ ഹൈറഫൻറ്റിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുന്ന ഒരു എനർജിയും ഉണ്ട്. അത് ആരിൽ നിന്നെങ്കിലും ഒരു ടാരോയോ അസ്ട്രോളജിയോ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ നിന്ന് ഒരു ഗൈഡൻസ് എടുക്കാനുള്ളൊരു സാധ്യതയാണ്. അല്ലെങ്കിൽ ഗൈഡൻസ് എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതുമാവാം. പിന്നെ ചില സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണെന്നും കാണുന്നുണ്ട്. അല്ലെങ്കിൽ പഠിക്കണമെന്നൊരു തോന്നലൊക്കെ ഈ സമയം നിങ്ങളിൽ വന്നേക്കാം. അപ്പോൾ ഈ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ളൊരു ആഗ്രഹം, ആകാംക്ഷ, അത് എക്സ്പീരിയൻസ് ചെയ്യാനും പഠിക്കാനുമുള്ളൊരു ആകാംക്ഷ, അങ്ങനെയൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ഗുരുവിൻ്റെ പ്രസൻസ് ഒക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.